ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ഫീദൂസ് ഇൻ വണ്ടർലാൻഡ്. ഒരുപാട് ലവോട് കൂടി ഇമോഷണലോട് കൂടി വെറും 11 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ബെസ്റ്റ് ആനിമേറ്റഡ് മൂവിയാണ് ബ്ലഷ്. ഡയലോഗുകളൊന്നും ഇല്ലാത്ത ഷോർട്ട് മൂവിയാണെങ്കിൽ കൂടി മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന തരത്തിലാണ് ഈ മൂവി 2021 ഈ വർഷം റിലീസ് ചെയ്തത്. ഈ കൊച്ചു ഷോർട്ട് മൂവിയുടെ പിന്നിലും ഒരു യഥാർത്ഥ പ്രണയകഥയുണ്ട്. ആർമെറ്റിയോയുടെ പ്രിയപ്പെട്ട ഭാര്യയായിരുന്നു മേരി ആൻ ആർമെറ്റിയോ എന്ന ഡിസ്നി ആർട്ടിക്കിൾ ക്ലാസ്സിൽ വർക്ക് ചെയ്തിരുന്ന മേരി. അവർ തന്റെ 2 മക്കളോടു കൂടി വളരെ സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ 46-ാം വയസ്സിൽ ക്യാൻസർ ബാധിച്ച് മേരി മരിക്കുകയുണ്ടായി. ക്യാൻസറിന്റെ സഹിക്കാനാവാത്ത വേദനയിലും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുകയും സ്നേഹിക്കുകയും ഗാർഡനിങ് ശ്രദ്ധിക്കുകയും പരിപാലിക്കുകയും ചെയ്തിരുന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് സ്നേഹസമ്മാനം എന്നോണം ആർമെറ്റിയോ ഇറക്കിയ ആനിമേറ്റഡ് മൂവിയാണ് ഇത്. അപ്പോൾ നമുക്ക് ഈ ലവ് ആൻഡ് ഇമോഷണൽ മൂവി കാണാനായി നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മൂവിയിൽ ഡയലോഗുകളോ കഥാപാത്രങ്ങൾക്ക് പേരുകളോ ഇല്ലാത്തത് കൊണ്ട് ഈ കഥാപാത്രങ്ങൾക്ക് നമുക്ക് തന്നെ പേരിടാം. മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത് ബഹിരാകാശ സഞ്ചാരിയായ ജാക്ക് തന്റെ സ്പേസ്ഷിപ്പിനുള്ളിൽ താൻ കൊണ്ടുവന്ന ചെടികളെ പരിപാലിക്കുന്നതാണ്. പെട്ടെന്ന് സ്പേസ്ഷിപ്പിനുള്ളിൽ അപായ സൂചനക്കുള്ള ചുവന്ന ലൈറ്റ് കത്തി നോക്കുമ്പോൾ അതാ ഒരു ഉൽക്ക ആ സ്പേസ്ഷിപ്പിനെ തട്ടിയിട്ട് പോകുന്നു. സ്പേസ്ഷിപ്പ് നേരെ ചെന്ന് പതിച്ചത് വരേണ്ടതും വിജനവുമായ ഒരു ഗ്രഹത്തിലാണ്. ജാക്ക് ആ ഗ്രഹത്തിൽ നിന്ന് ഭൂമിയുമായി കണക്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്, എന്നാൽ സിഗ്നൽ കിട്ടുന്നില്ല. അങ്ങനെ ജാക്ക് തന്റെ സ്പേസ്ഷിപ്പിലുള്ള ഒരു മരം കൊണ്ടുവന്ന് ആ ഗ്രഹത്തിൽ നട്ടുവെക്കുകയാണ്. എന്ന സമയങ്ങൾ കടന്നു പോകുന്തോറും ആ മരം വാടിത്തുടങ്ങുകയാണ്. അപ്പോൾ അവിടേക്ക് മറ്റൊരു പിങ്ക് നിറത്തിലുള്ള സ്പേസ്ഷിപ്പ് വന്ന് പതിക്കുന്നു. ജാക്ക് ആ സ്പേസ്ഷിപ്പിന്റെ അടുത്തേക്ക് പോയി നോക്കുമ്പോൾ അതിനുള്ളിൽ ആരെയും കാണാനില്ല. ജാക്ക് അവിടെയുണ്ടായിരുന്ന കാലടിപ്പാട് പിന്തുടർന്ന് ചെന്ന് നോക്കുമ്പോൾ താൻ നേരത്തെ കുഴിച്ചിട്ട ആ ചെറിയ മരം വളർന്നു വലുതാകുന്നതാണ് കാണുന്നത്. ഇതെങ്ങനെ നടക്കുന്നു എന്നറിയാനായി ജാക്ക് ആ മരത്തിന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ ഒരു പിങ്ക് നിറത്തിലുള്ള ഒരു പെണ്ണ് ആ മരത്തിനെ തന്റെ പവർ വെച്ച് വലുതാക്കുന്നതാണ് കാണുന്നത്. അവളെ നേരിൽ കണ്ടയുടനെ തന്നെ നമ്മുടെ ജാക്കിന് ബ്ലഷ് ഉണ്ടാകുന്നു. അവൾ ജാക്കിന്റെ അടുത്തേക്ക് വന്ന് കണ്ണിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. ഹെയറും ഡ്രസ്സും എല്ലാം പിങ്ക് നിറത്തിലുള്ള ഇവളെ നമുക്ക് റോസ് എന്ന് വിളിക്കാം. ജാക്കിന്റെ റോസ് എന്നിട്ട് ജാക്കിന്റെ സ്പേസ്ഷിപ്പിനുള്ളിൽ ചെന്ന് അതിനുള്ളിലെ ബാക്കി ചെടികളെല്ലാം പുറത്തേക്ക് കൊണ്ടുവന്ന് ആ ഗ്രഹത്തിൽ വെച്ച് പച്ചപ്പാക്കുകയാണ്. എന്നിട്ട് റോസ് ജാക്കിന്റെ ഹെൽമെറ്റ് ഊരിയതും അവന് കിട്ടിയിരുന്ന ഓക്സിജൻ കിട്ടാതെ അവൻ ബുദ്ധിമുട്ടുകയാണ്. പിന്നീട് പയ്യെ ജാക്ക് ഓക്സിജൻ കിട്ടാൻ തുടങ്ങി നോക്കുമ്പോഴാണ് നമ്മുടെ റോസ് അവളുടെ പവർ വെച്ച് ആ ഗ്രഹത്തിന് ചുറ്റും ഒരു ഓക്സിജൻ വലയം തീർത്തത്. പിന്നീട് നമ്മൾ കാണുന്നത് ജാക്ക് നല്ല സുന്ദര കുട്ടപ്പനായി റോസിന്റെ അടുത്തേക്ക് പോയി നല്ല മധുരമുള്ള മാമ്പഴം കൊടുത്ത് അവളെ ഇംപ്രസ് ചെയ്യുകയാണ്. ആദ്യമായി മാമ്പഴം കഴിക്കുന്ന റോസിനും അത് ഒരുപാട് ഇഷ്ടമാകുന്നു. പിന്നീട് ആ പച്ചപ്പ് നിറഞ്ഞ ഗ്രഹത്തിൽ അവർ ഒരുമിച്ച് ചിലവഴിക്കുന്ന ഓരോ നിമിഷവും അവർ കൂടുതൽ അടുക്കുകയായിരുന്നു. ഒരു ദിവസം ജാക്ക് തന്റെ സ്നേഹം തുറന്നു പറയാൻ ശ്രമിക്കുമെങ്കിലും അവന് അതിന് കഴിഞ്ഞില്ല. അങ്ങനെ അവൻ തിരിച്ചു പോകാൻ നേരത്ത് റോസ് ഓടി വന്ന് അവനൊരു കിസ് കൊടുത്ത് അവളുടെ പ്രണയം തുറന്നു പറയുന്നു. അങ്ങനെ അവർ 2 പേർക്കും അവരെ പോലെ തന്നെ നല്ല ക്യൂട്ടായ 2 പെൺകുഞ്ഞുങ്ങൾ ജനിക്കുകയാണ്. റോസിനെ പോലെ ഫുൾ പിങ്കായ മൂത്തവളെ നമുക്ക് പിങ്കി എന്നും ജാക്കിനെ പോലെ ബ്ലാക്ക് ഹെയർ ഉള്ള ഇളയ കുട്ടിയെ നമുക്ക് ലില്ലി എന്നും വിളിക്കാം. അമ്മയെ പോലെ മക്കൾക്കും മാമ്പഴം തന്നെയാണ് ഇഷ്ടഭക്ഷണം. അങ്ങനെ അവർ 4 പേരും അവരുടെ ജീവിതം ആ കൊച്ചു ഗ്രഹത്തിൽ വളരെ എൻജോയ് ചെയ്ത് സമാധാനത്തോടെ ഹാപ്പിയായി ജീവിച്ചു വരികയായിരുന്നു. എന്നാൽ അവരുടെ സന്തോഷകരമായ ജീവിതത്തിന് ഒരു വില്ലൻ എന്ന പോലെ റോസിന് അസുഖം ബാധിക്കുകയും അവൾ കിടപ്പിലാവുകയും ഉണ്ടായി. മക്കൾ നൽകുന്ന അവളുടെ ഇഷ്ടഭക്ഷണമായ മാമ്പഴം പോലും അവൾ കഴിക്കാൻ വിസമ്മതിക്കുന്നു. ജാക്കിന് തന്റെ നെഞ്ചു നുറുക്കുന്ന വേദനയാണ് ഇപ്പോൾ. റോസ് തളർന്നുകൊണ്ടിരിക്കുന്തോറും ആ ഗ്രഹവും പഴയതുപോലെ പച്ചപ്പില്ലാതെ ഓക്സിജൻ ഇല്ലാതെ വരണ്ട ഒരു ഗ്രഹമായി മാറുകയാണ്. റോസിന്റെ അവസാന നിമിഷത്തിലും ജാക്ക് അവളോടൊപ്പം തന്നെയുണ്ട്. അങ്ങനെ ഒരു അവസാന ഇല കൊഴിഞ്ഞതുപോലെ നമ്മുടെ റോസ് ആകാശത്തിലേക്ക് പോവുകയാണ്. അവളുടെ വിയോഗം ജാക്കിന് സഹിക്കുന്നതിലും അപ്പുറമായിരുന്നു. അവളിലൂടെ ഓക്സിജൻ ശ്വസിച്ചിരുന്ന നമ്മുടെ ജാക്കിന് ഓക്സിജൻ ലഭിക്കാതെ പ്രാണവായുവിനു വേണ്ടി കഷ്ടപ്പെടുകയാണ്. അവന്റെ കണ്ണുകൾ മെല്ലെ അടയുന്നു. പിന്നീട് പെട്ടെന്ന് എങ്ങനെയോ ഓക്സിജൻ കിട്ടി അവൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ തന്റെ പൊന്നുമക്കൾ അവന്റെ നെഞ്ചോട് ചേർന്ന് കിടന്ന് കരയുകയാണ്. അമ്മയുടെ പവർ തന്റെ മക്കൾക്കും ലഭിച്ചിരുന്നതിനാൽ തന്റെ മക്കളിലൂടെ അവൻ വീണ്ടും ശ്വസിക്കാൻ തുടങ്ങുകയാണ്. റോസിന്റെ വിയോഗത്തോടെ വരേണ്ട ആഗ്രഹത്തിൽ അവരുടെ മക്കളിലൂടെ വീണ്ടും പച്ചപ്പുണ്ടായി പഴയതുപോലെ മനോഹരമാകുന്നു അവരുടെ ജീവിതവും.
പിന്നീടുള്ള കാലം തൻ്റെ പൊന്നും മക്കളോടൊപ്പം വളരെ സന്തോഷത്തോടെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ആ ഗ്രഹത്തിലേക്ക് പഴയതുപോലെ ഒരു നീല നിറത്തിലുള്ള സ്പേസ്ഷിപ്പ് വന്ന് പതിക്കുന്നു. അവരുടെ ഏലിയൻ ഡോഗും അവർ 3 പേരും പോയി നോക്കുമ്പോൾ നമ്മുടെ ജാക്കിന് ഒരു ബ്ലഷ് ഉണ്ടാകുന്നു. അങ്ങനെ ബ്ലഷ് എന്ന് എഴുതി കാണിച്ച് വളരെ ഹാപ്പി എൻഡിംഗ് ആയി ഈ മൂവി അവസാനിക്കുന്നു. ഒരു വ്യത്യസ്ത പ്രണയം പറഞ്ഞു തരുന്ന ഈ മൂവി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള അടിപൊളി വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ.